ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ പ്രധാനമായിട്ടും ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അഡ്വാൻസ് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ IELTS, ഡ്യൂലിംഗോ, ടോഫിൽ, PT ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ബേസ്ഡ് എക്സാംസ് എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റ് വേഴ്സസ് റിയാലിറ്റിയുടെ ഒരു ടോപ്പിക്കാണ്. ഐ വോണ്ട് ടേക്ക് മച്ച് ഓഫ് ടൈം. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. മൈ നെയിം ഇസ് ജോർജ്. ഐ എം എ കേംബ്രിഡ്ജ് CELTA സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ട്രെയിനർ. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 6 ലെവൽ വരുന്ന ഒരു സംഭവമാണ്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം A1, A2, B1, B2 ആൻഡ് C1, C2. ഇങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ ലെവൽസ് നിശ്ചയിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ പോകുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു ലെവല് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രെയിനിങ് എടുക്കേണ്ട ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ വെരി ബേസിക് പേഴ്സൺ, അല്ലെങ്കിൽ വളരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ എപ്പോഴും നിങ്ങൾ A1 ലെവൽ കോഴ്സിനാണ് പോകേണ്ടത്. A1 കോഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് വിൽ ബി അറൌണ്ട് 24 സെഷൻസ്. അത് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം വെച്ച് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് അറൌണ്ട് 2 months ഫോർ സമൺ ടു കംപ്ലീറ്റ് ദ കോഴ്സ്. അത് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹാസ് ടു ഗോ ടു ദി A2 ആൻഡ് സോ ഓൺ. അപ്പം ഒരാൾ B1, B2 ലെവലിൽ പഠിക്കുമ്പോഴാണ് ദാറ്റ് ഇംഗ്ലീഷ് നോളജ് വുഡ് ബി ഇൻ സച്ച് എ ലെവൽ ദാറ്റ് ദ പേഴ്സൺ വുഡ് ബി ഏബിൾ ടു സ്പീക്ക് ഫ്ലുവന്റ് ഇംഗ്ലീഷ്. അപ്പോഴാണ് അയാൾക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുക. അല്ലാതെ നമ്മൾ ഇന്ന് അഡ്വർടൈസ്മെന്റ് കാണുന്ന പോലെ 15 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് ഒരാൾ ഫ്ലുവന്റ് ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയൽ ബോഗസ്. ഐ വുഡ് സേ ദാറ്റ് ഇറ്റ്സ് എ ജസ്റ്റ് a marketing strategy. There's nothing else. Let me ask you this question. ഞാൻ നിങ്ങൾക്കൊരു മലയാളം അറിയാത്ത ഒരാളെ തന്നാൽ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അയാളെ മലയാളം ഫ്ലുവന്റ് സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കാൻ പറ്റും? ഐ എം ഷുവർ ദാറ്റ് ആൻസർ ഇസ് നോ. Then how do you expect someone to do a magic on you so that he can speak English fluently within 15 days? Practically impossible ആണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ലെവൽ അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് 2 months എടുക്കും. സോ യു ആർ ടോക്കിംഗ് അബൌട്ട് എ റെഗുലർ എക്സസൈസ് ഓഫ് അറൌണ്ട് 6 to 7 months. അപ്പം IELTSും അതുപോലുള്ള എക്സാം എടുക്കുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സ്കോർ കിട്ടണമെങ്കിൽ, B1, B2 ലെവൽ സ്കോർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രാറ്റജി ട്രൈ ചെയ്താലും നിങ്ങളുടെ ലെവൽ ഒരു B1, B2 അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻഡ് 7ഉം ബാൻഡ് 8ഉം സ്കോർ ചെയ്യാൻ പ്രാക്ടിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഈ എക്സാമിനകത്ത് 4 സ്കിൽസ് കവർ ചെയ്യുന്നുണ്ട്: റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ഈ 4 സ്കിൽസിന്റെയും കോംപ്രിഹെൻഷനും അതുപോലെ ഗ്രാമാറ്റിക്കൽ തിങ്സ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് B1, B2 ലെവൽ ഇംഗ്ലീഷ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ യുവർ സ്കോർ വുഡ് ബി അറൌണ്ട് 5 or 5.5 ആസ് എൻ എക്സാമ്പിൾ. അപ്പോൾ IELTSന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബാൻഡ് 5 or 5.5 ആണെങ്കിൽ clearly indicates that your English level is somewhere around A1, A2 ആയിരിക്കും actually. But if your score is around, let's say 7 or 8, the person definitely should be around B1, B2 level. IELTS strategies അല്ലെങ്കിൽ PT strategies എല്ലാം വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജീസ് വെച്ചിട്ട് ഒരാൾ ശരിക്കും സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഇംഗ്ലീഷ് ലെവൽ, ബേസിക് ഇംഗ്ലീഷ് ലെവൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് what I'm trying to say, ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ എസെൻഷ്യൽ ആണ്. ഇംഗ്ലീഷ് ആയാലും ശരി, ബാക്കിയുള്ള ട്രെയിനിങ് ആയാലും ശരി. യു ഷുഡ് ഹാവ് എ ഗുഡ് ട്രെയിനർ. നല്ലൊരു ട്രെയിനർ വേണം നിങ്ങൾക്ക്. ദർ ഷുഡ് ബി എൻ എക്സലന്റ് മെറ്റീരിയൽ, ഓഡിയോയും വീഡിയോയും 4 സ്കിൽസ് കവർ ചെയ്യുന്ന നല്ല എക്സലന്റ് മെറ്റീരിയൽസ് വേണം. ആൻഡ് തേർഡ് ഈസ് ദർ ഷുഡ് ബി എൻ എൻവയറമെന്റ് ഫോർ യു ടു സ്പീക്ക് ഇംഗ്ലീഷ്. നല്ലൊരു എൻവയറമെന്റ് വേണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ. ഈ 3 കാര്യമില്ലാതെ ഏത് അഡ്വർടൈസ്മെന്റ് നോക്കിയിട്ട് നിങ്ങൾ ചാടിയാലും യു വോണ്ട് ഇംപ്രൂവ് ഇംഗ്ലീഷ്. ദെൻ what's going to happen after attending the course, you get so frustrated, പിന്നെ പോയിട്ട് നെഗറ്റീവ് റിവ്യൂസ് എഴുതാനേ പറ്റത്തുള്ളൂ. ബിക്കോസ് you got kind of lured by the enticing advertisement. നിങ്ങൾ ഈ തന്ത്രപരമായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ട് നിങ്ങൾ അതിൽ വീണ് പോവുകയാണ് പതിവ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി. ആസ് എ മെൻഷൻ, യു ഹാവ് ടു ഗോ ബൈ ദ ലെവൽസ്. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയ ലെവലല്ല, ഒരു കേംബ്രിഡ്ജ് ആയിട്ട് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. സോ യു ഡോണ്ട് ഹാവ് ടു റീഇൻവെന്റ് ദ വീൽ. പുതിയ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ പ്ലീസ് ഡോണ്ട് ഫോൾ ഇൻ ദിസ് മാർക്കറ്റിംഗ് campaign advertisement traps. Try to understand this is the reality and focus on education, improve your skills, and Global English Training is always there to help you, to assist you, and to train you. Thank you so much.